നമസ്കാരം, മീഡിയ മൈൻ ന്യൂസിലേക്ക് സ്വാഗതം. നെടുമ്പാശ്ശേരി മേഖലാ മർച്ചന്റ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന പുനർജനി സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെയും ടി നസറുദ്ദീൻ അനുസ്മരണ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം KVVES യൂത്ത് വിംഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് പ്രദീപ് ജോസ് നിർവഹിച്ചു. നെടുമ്പാശ്ശേരി പുത്തൻതോട് മർച്ചന്റ്സ് ടവറിൽ കൂടിയ യോഗത്തിൽ ട്രസ്റ്റ് ചെയർമാൻ CP തരിയൻ അധ്യക്ഷത വഹിച്ചു. ഏതായാലും അദ്ദേഹത്തിന്റെ ഈ ഓർമ്മ ദിവസത്തിൽ സജി സൂചിപ്പിച്ചതുപോലെ 45 ദിവസം നീണ്ടു നിൽക്കുന്ന പുനർജനി പദ്ധതി ഇന്ന് തുടക്കം കുറിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ജില്ലയിൽ വേറെ ആരും ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക് വന്നിട്ടില്ല. എല്ലാവരും ഇങ്ങനെ പുഷ്പാർച്ചനയുണ്ട്, ഫോട്ടോ അനാച്ഛാദനമുണ്ട്, ജനസ്ഥലങ്ങളിലെല്ലാം ഏറ്റവും ഭംഗിയായി കൊണ്ടു നടക്കുന്നു. നമ്മുടെ മേഖലയിൽ എല്ലാ യൂണിറ്റുകളും വളരെ ഭംഗിയായി തന്നെയാണ് ഇന്ന് ടി നസറുദ്ദീന്റെ ഓർമ്മ ദിവസം വിവിധങ്ങളായ പരിപാടികളോടെ സംഘടിപ്പിച്ചത്. അപ്പോൾ ഈ പദ്ധതിയെ സംബന്ധിച്ചൊന്നും കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഏറ്റവും അധികം ക്യാൻസർ പേഷ്യൻസ് ഉള്ള ഒരു ജില്ലയിലെ ഏറ്റവും അടുത്ത പ്രദേശം എന്ന നിലയിൽ പാലക്കടവ് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ വരുന്ന 5 ഗ്രാമത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ക്യാൻസർ ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. അത് വളരെ കുറവായിരിക്കും എനിക്ക് തോന്നുന്നത്. പരിശോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പേടിയാണ്, അത് ഉണ്ടോ ഇല്ലേ. അപ്പോൾ പരിശോധന കുറവാണ്. പക്ഷെ അതിലുപരിയായി ക്യാൻസർ രോഗം ബാധിച്ചിട്ടുള്ള വ്യക്തികൾക്ക് അവരുടെ എല്ലാ ലാബ് ടെസ്റ്റുകളും ഈ മാർച്ച് 8 വരെ ഇവിടെ സൗജന്യമായി. അപ്പോൾ അതൊരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി തന്നെയാണ് നാം ആ വലിയ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്. അത് മാക്സിമം പ്രചരണം കൊടുക്കണം. കാരണം നമ്മുടെ ഒരു പരിപാടി എങ്ങനെ നടപ്പിലാക്കിയാലും അത് ഒരു പ്രഖ്യാപനത്തിലാക്കി ഒതുങ്ങാറില്ല, അത് നമ്മൾ നടപ്പിലാക്കാറുണ്ട്. ഈ ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി സൈചേട്ടൻ, പാലിറ്റി കെയറിന്റെ ഷാജിച്ചേട്ടൻ, മറ്റ് യൂണിറ്റിന്റെ പ്രസിഡന്റുമാരെ, വനിതാ വിങ്ങിന്റെ കമ്മിറ്റി അംഗങ്ങളെ, വളരെ സന്തോഷം തോന്നുന്നു. ആദ്യമായിട്ടാണ് നെടുമ്പാശ്ശേരി മേഖലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കുന്നത്. ഇതിനു മുമ്പ് യൂത്ത് വിങ്ങിന്റെ സംസ്ഥാന സെക്രട്ടറി ആയപ്പോഴും യൂത്ത് വിങ്ങിന്റെ എറണാകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് ആയപ്പോഴും ആ ഏരിയയിൽ മാത്രമാണ് പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയത്. ഈ നെടുമ്പാശ്ശേരി മേഖലയുടെ പ്രവർത്തനങ്ങളും പരിപാടികളൊക്കെ നമ്മൾ എപ്പോഴും മാധ്യമത്തിലും മീഡിയയിലൊക്കെ കാണാറുണ്ട്. പക്ഷെ കണ്ടതിലും വലുതാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഇതേപോലെ ഒരു പ്രവർത്തനം കാണിച്ചു വെക്കുന്ന ഒരു നേതാവ് എറണാകുളം ജില്ലയിൽ ഉണ്ടോ എന്ന് തന്നെ ഇവിടുന്ന് സംശയിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഒരു അലങ്കാരത്തിന് പറയുന്നതൊന്നുമല്ല, ശരിക്കും ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എനിക്ക് അറിവ് കിട്ടിയത്. ഒരു ജില്ലയിൽ നടത്താൻ പറ്റുന്നത്രയും പോലും കൂടുതൽ പരിപാടികളാണ് ഈ ഒരു മേഖലയിൽ നടക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന തരിയൻ ചേട്ടനും മറ്റംഗങ്ങൾക്കും പ്രത്യേകമായി യൂത്ത് വിംഗ് എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ഒരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. പിന്നെ ഇന്ന് ഈ ടി നസറുദ്ദീൻ ദിനത്തിൽ എന്നെ ക്ഷണിച്ചത്, നമുക്കറിയാം, ഒരു പൈലറ്റ് ആകാൻ ആഗ്രഹിച്ച് വ്യാപാരികളുടെ നേതാവായി മാറിയതാണ് ടി നസറുദ്ദീൻ. പണ്ട് കാലത്ത് വ്യാപാരികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെ ഒരു സംഘടന ശക്തി വരണം എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് കടന്നു വരികയും പിന്നെ സംഘടനയുടെ 3 പതിറ്റാണ്ടോളം സംഘടനയെ നയിക്കാൻ നിലവിൽ വന്ന ഈ ഒരു പ്രസിഡന്റ് നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഹിന്ദുസ്ഥാൻ ലിവർ എന്ന കുത്തക കമ്പനികൾ ഒരു കാലഘട്ടത്തിൽ കമ്മീഷൻ വെട്ടിക്കുറച്ചുകൊണ്ട് വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഹിന്ദുസ്ഥാൻ ലിവറിനെതിരെ സമരം ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റുമോ എന്ന് അന്നത്തെ നേതാക്കൾ ചോദിച്ചപ്പോൾ, അടിക്കുമ്പോൾ തലക്ക് അടിക്കണം, എന്നാലാണ് നമുക്ക് നേടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആ സമരം വിജയിപ്പിച്ചെടുത്ത ഒരു നേതാവാണ് ടി നസറുദ്ദീൻ. ഈ ഓർമ്മ ദിനത്തിൽ അദ്ദേഹം ഇവിടെ കാലുകുത്തി ഈ സ്ഥലത്ത് ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. പിന്നെ ഈ യൂണിറ്റ് ഇവിടെ ഈ സൊസൈറ്റി ഇവിടെ സംഘടിപ്പിക്കുന്ന ക്യാൻസറിനുള്ള ഈ ഒരു പാക്കേജ് സാധാരണക്കാർക്കും കൂടെ കിട്ടുമ്പോൾ നമ്മുടെ വ്യാപാരികൾക്ക് അഭിമാനമായി മാറുന്നൊരു പ്രവർത്തനമാണ് നെടുമ്പാശ്ശേരി മേഖല കാഴ്ചവെക്കുന്നത്. പലരും ഈ ക്യാൻസർ എന്നറിഞ്ഞതിനു ശേഷം ടെസ്റ്റുകൾക്ക് വേണ്ടി വളരെയധികം പൈസ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഇവിടെ ഒരു 45 ദിവസത്തോളം പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് പ്രത്യേകമായി ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇതൊരു നല്ല പ്രവൃത്തിയാണ്. ഒരു നാട് മൊത്തം അറിയും. ഒരു നാട്ടിലെ എല്ലാവരും നമ്മുടെ വ്യാപാരികളുടെ കരുതൽ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ്. ആ പുനർജനി എന്ന് പറഞ്ഞ പദ്ധതിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് വ്യാപാരി വ്യവസായ സമിതി. ന്യൂസ് ഡെസ്ക് മീഡിയ മൈൻഡ്.